2009 ഏപ്രിൽ 5 വിജയവിലാസത്തിൽ വിജയകുമാറിന്റെയും ഷീജയുടെയും മകൻ 7 വയസ്സുകാരൻ ആദർശ് വിജയനെ രാമശ്ശേരി കൃഷിയിടത്തിലെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. വീട്ടിൽ നിന്നും വീടിനടുത്തുള്ള കടയിലേക്ക് പുറപ്പെട്ട ആദർശ് സമയമേറെ വൈകിട്ടും തിരികെ വരാത്തതിനെ തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മുങ്ങിമരണമാണെന്ന് പോലീസ് വിധിയെഴുതിയെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയുടെ ശ്വാസകോശത്തിൽ വെള്ളം കയറിയിട്ടില്ലെന്ന് കണ്ടെത്തി. സംഭവം നടന്ന ദിവസം മഴയുണ്ടായിട്ടും കുളത്തിന്റെ കരയിലുണ്ടായിരുന്ന ആദർശിന്റെ വസ്ത്രം നനഞ്ഞിരുന്നില്ല എന്നതും സംശയങ്ങൾക്ക് കാരണമായി. ആദർശിന് എന്തായിരിക്കും അന്ന് സംഭവിച്ചിട്ടുണ്ടാകുക? ആരായിരിക്കും ആദർശിന്റെ കൊലയാളി? എന്നാൽ ഇന്ന് 17 വർഷങ്ങൾക്കിപ്പുറവും കൊലയാളിയെ കണ്ടെത്താൻ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ സാധിച്ചിട്ടില്ല. ഏപ്രിൽ 5 വൈകുന്നേരം 3 മണിയോടെയാണ് വീട്ടിൽ നിന്നും പാൽ വാങ്ങാനായി ആദർശ് പുറപ്പെടുന്നത്. എന്നാൽ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും മകൻ തിരിച്ചെത്താതായതോടെ അച്ഛൻ വിജയകുമാറും അമ്മ ഷീജയും മകനെ തിരഞ്ഞിറങ്ങി. തുടർന്ന് നാട്ടുകാരും രംഗത്തെത്തിയതോടെ കുളത്തിൽ നിന്നും ആദർശിന്റെ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു. വീടിനടുത്തുള്ള കടയിൽ ആദർശ് പാൽ വാങ്ങാനായി എത്തിയെന്നും പാൽ വാങ്ങി തിരികെ പോയെന്നും കടയുടമയും പറയുന്നു. സംഭവം നടന്ന ദിവസം തന്നെ ആദർശിന്റെ മരണത്തിൽ ദുരൂഹതകൾ ഉണ്ടെന്ന് നാട്ടുകാർ പോലീസിനെ അറിയിച്ചിരുന്നു. കുളത്തിനടുത്ത് ആളൊഴിഞ്ഞ തരത്തിലൊരു വീടുണ്ട്. അവിടെ സ്ഥിരമായി ചിലർ മദ്യപാനത്തിനും മറ്റുമായി വന്നു പോയിരുന്നതായി നാട്ടുകാർ പോലീസിനെ അറിയിച്ചിരുന്നു. കൃഷിയിടത്തിനടുത്തുള്ള കലിങ്കിലിരിക്കുന്നവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണമെന്നും ആവശ്യമുയർന്നു. എന്നാൽ മുങ്ങിമരണമായി കേസ് ഡയറിയിൽ രേഖപ്പെടുത്തി പാലോട് പോലീസ് കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ വീട്ടുകാരെയും നാട്ടുകാരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആദർശിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തെത്തിയത്. കുട്ടിയുടെ ശ്വാസകോശത്തിൽ വെള്ളം കയറിയിട്ടില്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയത്. സംഭവം നടന്ന ദിവസം മഴയുണ്ടായിട്ടും കുളത്തിന്റെ കരയിലുണ്ടായിരുന്ന ആദർശിന്റെ വസ്ത്രം നനഞ്ഞിരുന്നില്ല എന്നതും സംശയത്തിന് കാരണമായി. ഫോറൻസിക് റിപ്പോർട്ടിൽ വസ്ത്രത്തിൽ പുരുഷബീജം കണ്ടെത്തിയിരുന്നു. ഇതോടെ ലൈംഗികാതിക്രമത്തിന് ശേഷം കുട്ടിയെ കൊലപ്പെടുത്തി കുളത്തിൽ തള്ളിയതാകാമെന്ന സംശയമുയർന്നു. തലയ്ക്കും സുഷുമ്നാ നാഡിക്കുമേറ്റ പരിക്കാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തി. ഇത്രയേറെ കാര്യങ്ങൾ പുറത്തെത്തിയതോടെ നാട്ടുകാർ പ്രതിഷേധത്തിനിറങ്ങി. തുടർന്ന് കുളം അന്വേഷണ സംഘം വെള്ളം വറ്റിച്ച് പരിശോധിച്ചെങ്കിലും തലയ്ക്ക് ക്ഷതമേൽക്കുന്ന കല്ല് പോലുള്ള ഒരു സാധനവും കുളത്തിൽ നിന്ന് കണ്ടെത്താനായില്ല. എന്നാൽ കുളത്തിൽ നിന്നും ഒരു മൺവെട്ടിയുടെ കൈ ലഭിച്ചു. ഇതോടെയാണ് ലോക്കൽ പോലീസിന്റെ വീഴ്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുന്നതും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നതും. കേസ് അന്വേഷിച്ച പാലോട് SIയെ സസ്പെൻഡ് ചെയ്തു. കേസ് ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സംശയമുള്ള ആളുകളെ ചോദ്യം ചെയ്തു. ചിലരെ പോളിഗ്രാഫ് പരിശോധനയ്ക്കും DNA പരിശോധനയ്ക്കും വരെ വിധേയരാക്കി. ചിലർ നിരീക്ഷണത്തിലുമായിരുന്നു. ഇതിനെല്ലാം പിന്നാലെ 10 വർഷങ്ങൾക്ക് ശേഷം കല്ലറ തുറന്ന് പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു. സംഭവം നടന്ന വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും കൊലയാളിയെ കണ്ടെത്താൻ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ സാധിച്ചിട്ടില്ല. ഇന്നും തങ്ങളുടെ മകന്റെ ഘാതകരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അച്ഛൻ വിജയകുമാറും അമ്മ ഷീജയും. ആദർശിന്റെ മരണശേഷം ആകെ തകർന്ന കുടുംബം ആദർശ് ജനിച്ചു വളർന്ന സ്വന്തം വീടും അവന്റെ ഓർമ്മകളും എല്ലാം അവിടെ ഉപേക്ഷിച്ച് വാടക വീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഇന്നും മകനെ നഷ്ടമായ ഈ അച്ഛന്റെയും അമ്മയുടെയും കണ്ണീര് നീണ്ട 17 വർഷമായിട്ടും തോരാതെ നിൽക്കുകയാണ്. തങ്ങളുടെ മരണം വരെ നീതിക്കായി പോരാടുമെന്നും തങ്ങളുടെ മകന്റെ കൊലപാതകിയെ പുറലോകത്തിനു മുന്നിൽ എത്തിക്കുമെന്നുമാണ് ഇവരുടെ പ്രതീക്ഷ.